ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമാകയാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു കവിയുവാനിടയായിത്തീരും. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് മിജോയ് മോൻസി എന്ന് പറയുന്നതായ ഒരു സഹോദരനാണ്. ആ പ്രിയ സഹോദരനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് മിജോയ്. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നുവോ? ദൈവകൃപയാൽ സന്തോഷമായി പോകുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഈ പകൽക്കാലം ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം കർത്താവേ. പ്രിയപ്പെട്ട സഹോദരനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ കേൾക്കുവാനും അതോരോ കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹത്തിനും കർത്താവിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും അത് കാരണമായി തീരുവാനും കർത്താവ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിജോയ് ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുവാനുള്ള കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം, ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ നിന്റെ നാഥനേ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നു നാഥനേ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? ശാശ്വതമാമെൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ,
ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ. ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുകിൽ. ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുകിൽ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? പൊൻകരം നീട്ടി താങ്ങണമേ യേശു നായക. പൊൻകരം നീട്ടി താങ്ങണമേ യേശു നായക. നിൻ തിരുമാർവിൽ ചാരുവോളം ഈ നിന്ദാസനേ. നിൻ തിരുമാർവിൽ ചാരുവോളം ഈ നിന്ദാസനേ. കണ്ണുനീർ മാറി വേദനകൾ നിന്ന് മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കർത്ത ദിവസത്തിൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ സാക്ഷിയായി ഈ ജോയ്സ് ടിവിയോടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കൊരു അവസരം കൂടെ തന്നതിന് ആദ്യമേ തന്നെ എല്ലാ മാനവ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. തിരുവചനത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അതെൻ്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു വാക്യമാണ്. പറ്റിയിരുന്നാൽ വിടുവിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച ഒരു ഘട്ടം. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്ത് ചിന്തിച്ച ഒരു ജീവിതത്തിൻ്റെ അനുഭവം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എന്നെ അറിയുന്നവർ പലരും എന്നെ നോക്കി ഇനി എങ്ങനെ പോകും എന്ന് ഓർത്ത് ഭാരപ്പെട്ട് എന്നോട് പറഞ്ഞറിയ അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാം മുന്നിൽ ഇന്നും ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം ആ വേദനയുടെ അനുഭവത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ആ വാക്യം പറഞ്ഞത്, അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. 2022 ജൂൺ മാസം 26 ഞായറാഴ്ച ചെറുതിലെ തൊട്ടുള്ള കാര്യങ്ങൾ മിജോയ്ക്ക് പറയാം. ചെറുതിലെ തൊട്ട് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം, ജനനം എല്ലാം പറയാം. തീർച്ചയായും. എൻ്റെ ജനനം കോട്ടയം
മാങ്ങാനം ഹോസ്പിറ്റൽ, മന്ദിരം ഹോസ്പിറ്റലാണ്. എൻ്റെ പപ്പ IPCയിൽ ഒരു പാസ്റ്ററാണ്. പപ്പയുടെ പേര് മോൻസി തോമസ്, മമ്മിയുടെ പേര് മിനി മോൻസി. എനിക്കൊരു സിസ്റ്ററുണ്ട്, സിസ്റ്ററിൻ്റെ പേര് മിൻസി മോൻസി. നേഴ്സിംഗ് തേർഡ് ഇയർ സെക്കൻഡറാബാദിൽ, ലാസ്റ്റ് ഇയർ ഫോർത്ത് ഇയർ സെക്കൻഡറാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുടുംബമുണ്ട്. എൻ്റെ വൈഫിൻ്റെ പേര് ഡെൻസി മിജോയ് എന്നാണ്. കർത്താവ് ഞങ്ങൾക്ക് ദാനമായൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പേര് എലോറ എൽസ മിജോയ് എന്നാണ്. കുഞ്ഞിന് ഇപ്പം 2.5 വയസ്സ്. കർത്താവ് ഞങ്ങളെ സന്തോഷകരമായി അത്ഭുതകരമായി നടത്തി പോകുന്നു. കുടുംബത്തോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ഒക്കെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള സാഹചര്യത്തിലൊക്കെ കൂടെ ഇന്നേക്ക് 2 വർഷത്തിന് മുമ്പ് കടന്നുപോയെങ്കിലും എന്നെക്കുറിച്ച് കർത്താവിൻ്റെ പ്ലാൻ തീർന്നിട്ടില്ല. അതുകൊണ്ട് ഇന്നും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ജോയ്സ് TV മുന്നിൽ ഇങ്ങനെ നിന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. സ്തോത്രം. എൻ്റെ പപ്പായുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ആലപ്പുഴ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വേല ചെയ്തു. അതിനുശേഷം പടിഞ്ഞാറൻ സൈഡിൽ അർത്തിക്കലിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെ വേല ചെയ്തു. അതിനുശേഷം കോമളപുരം IPC ചർച്ചിൽ വേല ചെയ്തു. അതിനുശേഷം മുതുകുളം IPC ചർച്ചിൽ വേല ചെയ്തു. അതിനുശേഷം ചിങ്ങോലി ചർച്ചിൽ വേല ചെയ്തു. ഇപ്പോൾ പപ്പ ആയിരിക്കുന്നത് പട്ടോളി മാർക്കറ്റ് IPC ചർച്ചിലാണ്. എൻ്റെ കുഞ്ഞിലെ മുതൽ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ കർത്താവിനെ അറിയുവാൻ, അതിൻ പ്രകാരം മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകി. എന്നാൽ ഓരോ വയസ്സ് കൂടും തോറും ഓരോരോ കാര്യങ്ങളാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ഓടുന്നത്. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാൻ വേണ്ടി, അല്ലെ നമ്മുടെ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, എന്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പും ദൈവമേ ഇത് അങ്ങയുടെ ഹിതമാണോ എന്നൊന്ന് ചോദിച്ചിട്ട് സ്റ്റെപ്പ് എടുത്തു വച്ചാൽ ആ വഴികളിലെല്ലാം കർത്താവിൻ്റെ വലിയൊരു കരുതൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതല്ല, മാനുഷികമായി ചിന്തിച്ച് പോകുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിൻ്റെ എല്ലാം വഴികളിൽ എന്തെങ്കിലുമൊക്കെ ഓരോ തടസ്സങ്ങൾ അനുഭവിക്കാൻ നമുക്ക് പറ്റിയിട്ടുമുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, എൻ്റെ ഹിതമല്ലപ്പ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്ന് എന്നെ കേൾക്കുന്നവർ ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാനുഷികമായി ചിന്തിച്ച് ഒരുപാട് വഴികളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. ഏകദേശം എൻ്റെ 9ാം ക്ലാസ് മുതൽ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് നേടണം, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കീഴിൽ ചെന്നിട്ട് എനിക്ക് കൈ നീട്ടേണ്ട കാര്യം വരല്ലേ എന്ന് പറഞ്ഞ് ആരും അറിയാതെ എൻ്റെ 9ാം ക്ലാസ്സിൽ ഞാനൊരു പെട്രോൾ പമ്പിൽ ജോലിക്ക് നിന്ന ഒരു വ്യക്തിയാണ്. രാവിലെ സ്കൂളിൽ പോവും, ഉച്ച കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ വൈകിട്ട് വന്ന് ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് പോവും. പിറ്റേ ദിവസം രാവിലെയാണ് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് സ്കൂളിൽ പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു ദിവസം എന്നെ അറിയുന്ന ഒരു ദൈവദാസനെ പെട്രോൾ പമ്പിൽ വെച്ച് പെട്രോൾ അടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ ദൈവദാസൻ ഞാൻ പോലും അറിയാതെ പെട്രോൾ അടിച്ചതിന് ശേഷം ആ റോഡിൻ്റെ അപ്പുറത്ത് ആ പെട്രോൾ പമ്പിൻ്റെ എതിർ സൈഡിൽ പോയി നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുത്തെ മുതലാളി എന്നോട് ഭയങ്കര സ്നേഹമുള്ളൊരു മുതലാളിയായിരുന്നു. പിറ്റേ ദിവസം സംഭവിച്ചത്, ഒരു കാരണവുമില്ലാതെ എന്നെ ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചത് അവിടുത്തെ ജോലി പോകണമെന്നൊന്നുമല്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചത് അതൊരു ദേവദാസന്റെ മകനാ, ഇനി അങ്ങനെ കാണാൻ ഇടവരുത്തരുതേ എന്ന് ആ ദേവദാസൻ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ അനേകടങ്ങളിൽ ജ്യൂസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, റേഷൻ കടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും നിന്ന് എനിക്ക് എന്ത് ചെയ്യരുത്, ചെലവിന് പൈസ മേടിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ച് അനേകടങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എവിടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ
അവിടെയൊക്കെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥയെ വന്നിട്ടുള്ളൂ. പക്ഷേ ദൈവനാമത്തിന് വേണ്ടി നിന്ന് തുടങ്ങി ദൈവത്തിൻ്റെ പാത ശരിക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കർത്താവ് എൻ്റെ തലത്തെ മാറ്റി, എൻ്റെ ഭാവിയെ മാറ്റി. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നു. അങ്ങനെ എൻ്റെ പഠിത്തങ്ങളെല്ലാം പൂർത്തീകരിച്ച് കുടുംബജീവിതത്തിലേക്ക് കയറി. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് അന്ന് 6 മാസം പ്രായം. ഞായറാഴ്ചയാണ് ഞാനൊരു ഹോളി വിഷൻ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ഒരു ചർച്ചിൽ അസിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വർഷിപ്പ് ലീഡറാണ്. അപ്പോൾ അവിടുത്തെ ദൈവദാസൻ അന്നില്ലാത്തതുകൊണ്ട് എനിക്കന്ന് അവിടുത്തെ ആരാധന നടത്തണമായിരുന്നു. അപ്പോൾ ആരാധന നടത്താൻ വേണ്ടി ഞാൻ എൻ്റെ വീട് ആലപ്പുഴയിലാണ്, ചർച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. എനിക്ക് അന്ന് വൈകിട്ട് തൃശ്ശൂർ ഒരു വീടിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടം വരെ എനിക്ക് പ്രോഗ്രാമിന് പോവുകയും വേണം. രാവിലെ ഈ ചർച്ചിൽ എനിക്ക് പോകണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് തന്നെ കാറിന് പോകാമായിരുന്നു. കാരണം ആലപ്പുഴയിൽ വേറൊരു സുഹൃത്തുണ്ട് പോകുന്നത്, അങ്ങനെ പോകാമായിരുന്നു. പക്ഷേ എനിക്ക് ഞായറാഴ്ച ചർച്ചിൽ നടത്തണമെന്നുള്ളത് കൊണ്ട് ഞാൻ രാവിലെ സ്കൂട്ടറിന് ചർച്ചിൽ പോയി ആരാധന നടത്തി. ഈ പ്രതിഷ്ഠ നടക്കുന്ന വീട്ടിൽ എനിക്ക് 3:30 ആകുമ്പോൾ എത്തണമായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറി പോയാൽ എത്തത്തില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് സ്കൂട്ടറിൽ ഞാൻ തൃശ്ശൂർ ചെന്നു. പ്രോഗ്രാം കഴിഞ്ഞു. രാത്രി ഒരു 9 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് ഇപ്പോൾ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനും കൂടെയാണ്, ജമൽസൺ പി ജേക്കബ്. പുള്ളി ഇത്രയും ദൂരം ഓടിച്ചതല്ലേ എന്ന് വിചാരിച്ച് പുള്ളിയുടെ കാറ് എനിക്ക് തന്നു. ഞാൻ തൃശ്ശൂർ ആ ഭവനത്തിൽ നിന്ന് ഏകദേശം അങ്കമാലി വരെ ഞാൻ കാർ ഓടിച്ചു. പുള്ളിയും പുള്ളിയുടെ കുടുംബവും കൂടെ എൻ്റെ സ്കൂട്ടർ ഓടിച്ച് അങ്കമാലിയിൽ വന്നു. അവിടുന്ന് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടി പിന്നെയും മാറി. ഞാൻ പിന്നെയും സ്കൂട്ടർ എടുത്തു, അവർ കാറിൽ മുന്നമേ പോയി. ഏകദേശം ഞാൻ വണ്ടി ഓടിച്ച് ചേർത്തല വരെ എത്തിയപ്പോൾ എനിക്ക് ഒന്ന് ഉറക്കം കണ്ണിൽ വന്നു. ഞാൻ സ്കൂട്ടർ ഒന്ന് സൈഡിൽ നിർത്തി ഒരു ചായക്കടയിൽ കയറി ചായയും ഒരു ബണ്ണും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു, എവിടെ എത്തി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ ചേർത്തലയിൽ എത്തി. ചേർത്തലയിൽ നിന്ന് എൻ്റെ വീട് വരെ ഒരു 1/2 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ചായ കുടിച്ച് തിരിച്ച് സ്കൂട്ടറിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാറിൽ പോയ വ്യക്തി എന്നെ വിളിച്ചു, എവിടെ എത്തി? ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ ചേർത്തലെടുത്ത് ഒരു 20 മിനിറ്റ് കൊണ്ട് വരും. കാരണം എനിക്ക് പിറ്റേ ദിവസം ചിങ്ങവനത്ത് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കീബോർഡ് ഞാൻ പുള്ളിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത്. അപ്പം അത് തരാൻ വേണ്ടി എൻ്റെ വീടും ഈ ജമൽസാൻ്റെ വീടും തമ്മിൽ ഒരു 5-10 മിനിറ്റത്തെ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ജംഗ്ഷനിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ 20 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേർക്ക് ഞാൻ വാക്ക് കൊടുത്തു. എൻ്റെ കുടുംബത്തിന് ഞാൻ വാക്ക് കൊടുത്തു, ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ എത്തും. എൻ്റെ കൂട്ടുകാരനെ ഞാൻ വാക്ക് കൊടുത്തു, 20 മിനിറ്റ് കൊണ്ട് എത്തും. 20 മിനിറ്റും കഴിഞ്ഞു, 1/2 മണിക്കൂറും കഴിഞ്ഞു, 3/4 മണിക്കൂറും കഴിഞ്ഞു, 1 മണിക്കൂറും കഴിഞ്ഞു. ഞാൻ ആ പറയപ്പെട്ട സ്ഥലത്തൊന്നും എത്തിയില്ല. ഞാൻ പറഞ്ഞ പലപ്പോഴും നമ്മളും പലർക്കും വാക്ക് കൊടുക്കാറുണ്ട്, ഞാൻ കാണും, ഞാൻ കൂടെ കാണും കേട്ടോ. പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്കതൊന്നും പറ്റാതെ പോവും. ഓർത്തോണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അവിടുന്ന് ചായക്കടയിൽ നിന്ന് വണ്ടി എടുത്തു. തിരിച്ച് പോകുന്ന വഴിക്ക് ഏകദേശം എൻ്റെ വീടിനോടൊരു 20 മിനിറ്റ്, എൻ്റെ വീടിനോടൊരു ഒരു 15 മിനിറ്റ് ഡിസ്റ്റൻസ് കലവൂര് കൃപാസനം പള്ളിക്ക് ഒരു 10 മീറ്റർ മുന്നേ വെച്ച് എതിരെ വന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ലൈറ്റ് വന്ന് എൻ്റെ കണ്ണിലടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം, രാത്രി ഏകദേശം 12:10 സംഭവിക്കുന്നത്. പ്രകാശം വന്ന് കണ്ണിലടിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു പ്രകാശം വന്ന് കണ്ണിലടിക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് കണ്ണടച്ച് തലയൊന്ന് വെട്ടിക്കും. ഇതുപോലെ തന്നെ ഞാൻ അന്നും ചെയ്തു. കണ്ണൊന്നടച്ചു, തലയൊന്ന് വെട്ടിച്ചു. ആ സമയത്ത് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടർ ചെന്ന് ഒരു നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയുടെ പുറകിൽ ചെന്നിടിക്കുമായിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് പകച്ചു നിന്ന ഒരു സമയം. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വരുമെന്ന് ഒരിക്കലും ചിന്തിക്കാത്തൊരു സമയം.
ഇനി എന്തായി തീരുമെന്ന്, എൻ്റെ ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച ഒരു സമയം. പക്ഷെ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കൂടെ കർത്താവ് എന്നെ നടത്തി വിട്ടു. വണ്ടി ഇടിച്ചു, ഞാൻ റോഡ് സൈഡിൽ വീണു. ഈ ലോറിക്കടിയിൽ ചെന്ന്, ലോറിയുടെ ബാക്കിൽ ചെന്ന് ഇടിക്കുന്ന സൗണ്ട് കേട്ട് ലോറിയുടെ ഡ്രൈവറും കിളിയും കൂടെ ഓടി ലോറിയുടെ പുറകിൽ വന്നു. എന്നെ എടുത്ത് ഈ ലോറി ഡ്രൈവറിൻ്റെ മടിയിൽ കിടത്തി. അനേകം വണ്ടികൾക്ക് കൈ കാണിക്കുന്നു. വണ്ടികൾ രാത്രി ആയതുകൊണ്ട് ഒന്നും നിർത്തുന്നില്ല, NH-ലാണ്. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ലോറി ഓടി വരുന്ന വഴിയിൽ ലോറിയുടെ ഫ്രണ്ട് വീല് പൊട്ടിപ്പോയി. ഈ NH-ന് വീതി കൂട്ടുന്നതുകൊണ്ട് സൈഡിലേക്ക് ഒതുക്കാനൊന്നും പറ്റിയില്ല. എവിടെ വെച്ചാണോ പൊട്ടിയത് അവിടെ വെച്ച് ഈ ലോറിയുടെ ഡ്രൈവേഴ്സ് ഫ്രണ്ടിൽ നിന്ന് ഈ ലോറിയുടെ ടയർ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നും അറിയാതെ ഞാൻ ചെന്ന് ഈ ലോറിയുടെ പുറകിലടിച്ചത്. പുറകിൽ ഒരു റിഫ്ലക്ടർ ലൈറ്റോ ഇൻഡിക്കേറ്റേഴ്സോ ഒന്നും അവർ വെച്ചിരുന്നില്ല. അതുകൊണ്ട് NH അല്ലേ, അങ്ങനെ ഒരു ലോറി അവിടെ കാണുമെന്നൊന്നും ഞാനും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ചെന്നിടിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞത് അരമണിക്കൂറാണ്, കൂട്ടുകാരനോട് പറഞ്ഞ 20 മിനിറ്റാണ്. 20 മിനിറ്റും അരമണിക്കൂറും കഴിഞ്ഞിട്ടും ഞാൻ എത്തിയില്ല. അവർ കൂടെ എന്നെ വിളിക്കാനിടയായി തീർന്നു. എൻ്റെ ഫോൺ തെറിച്ച് ലോറിക്കടിയിൽ കിടക്കുക. എൻ്റെ കൂട്ടുകാരൻ 20 മിനിറ്റിനുള്ളിൽ വരുമെന്ന് പറഞ്ഞതിന് ശേഷം 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടും വരത്തില്ലാത്തതുകൊണ്ട് എൻ്റെ ഫോണിൽ കണ്ടിന്യൂസ് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂസ് വിളിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരിൽ ഒരാൾ എൻ്റെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇന്നപോലെ ഇന്നടുത്ത് വെച്ച് ആക്സിഡൻറ്റ്, ഇവിടെ അടുത്ത് വല്ലതുമാണെങ്കിൽ ഓടി വന്നാൽ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ നല്ലതായിരിക്കും, കാരണം രാത്രി ആയതുകൊണ്ട് ഒരുപാട് വണ്ടികൾക്ക് കൈ കാണിക്കുന്നുണ്ട്, പക്ഷെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി ഓടി എൻ്റെ അടുത്ത് വന്നു. എന്നെ വണ്ടിയിൽ കയറ്റി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ സ്ഥിതി ടോട്ടലി വഷളായി. എൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നുമെല്ലാം ബ്ലീഡിങ് നന്നായിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ ചെന്നു, എൻ്റെ വായിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നത്. അപ്പം അവർ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മുഖമൊക്കെ വിരൂപമായി പോയി. അവർ നോക്കിയപ്പോൾ എൻ്റെ ചുണ്ട് നടുക്കൂന്നിങ്ങനെ രണ്ടായിട്ട്, മുകളിൽ താഴ്ന്ന രണ്ടായിട്ട് ഇങ്ങനെ കീറി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അവിടുന്നാന്ന് വിചാരിച്ച് ഡോക്ടേഴ്സ്മാർ പെട്ടെന്ന് അവിടെ ക്ലീൻ ചെയ്തു. പക്ഷെ അവിടുന്ന് മാത്രമല്ല ബ്ലീഡിങ്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇതിവിടെ കൊണ്ട് നിൽക്കില്ല, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോ. അങ്ങനെ മറ്റൊരു ആംബുലൻസ് വിളിച്ച് എന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നു, ഡോക്ടേഴ്സ് ക്ലീൻ ചെയ്തു. ഏകദേശം 27 സ്റ്റിച്ചോളം എൻ്റെ ഈ ചുണ്ടിനിട്ടു. അത് സെറ്റായി. പക്ഷേ പിന്നെയും ബ്ലീഡിംഗ് ഉണ്ട്, എവിടുന്നാന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവർ സ്കാനിങ്ങിന് വേണ്ടി എന്നെ കയറ്റണം എന്ന് പറഞ്ഞു. പക്ഷേ രാത്രി ഏകദേശം 1:30-2 മണിയായോളം അന്ന് നടക്കത്തില്ല, പിറ്റേ ദിവസം രാവിലെ 10 മണിയാതെ സ്കാനിങ് സെൻറ്റർ തുറക്കത്തില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അത്രയും സമയം നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു, നടക്കത്തില്ല, വേറൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആലപ്പുഴയിൽ തന്നെയുള്ള സഹൃദയ ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കാൻ പോലും സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇവിടെ എടുക്കത്തില്ല. അതുമാത്രമല്ല, ഈ ബോഡി ഫുള്ളും വീക്കായിട്ടുണ്ട്, അധിക സമയം ഇനി ഈ വ്യക്തി ജീവനോടെ ഇരിക്കത്തില്ല. ഈ വാർത്ത എൻ്റെ മാതാപിതാക്കളും എൻ്റെ കൂട്ടുകാരും കേട്ടപ്പോൾ ആകെ അവർ ഷോക്കായിപ്പോയി. പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഡോക്ടേഴ്സ് അവിടുന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ ലക്ഷോറിലേക്ക് കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ അമൃതയിലേക്ക് കൊണ്ടുപോയിക്കോ, പക്ഷേ അവിടെ വരെ എത്തുമെന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുകാർ കൈയൊഴിഞ്ഞു. അപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പറഞ്ഞത്, നമുക്ക് ബിലീവേഴ്സിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ തിരുവല്ലയിലുള്ള ബിലീവേഴ്സിലേക്ക് എന്നെ കൊണ്ടുപോയി. ഓർക്കണം, എനിക്ക് 12:10 ആക്സിഡൻറ്റ് പറ്റി. എന്നെ ബിലീവേഴ്സ് ചർച്ചിൽ അവരെടുക്കുന്നത് 4:10. ഏകദേശം 12:10 മുതൽ 4:10 വരെയും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടിയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഒന്ന് നോക്കാൻ പോലുമുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം ആർക്കും ഉണ്ടായില്ല. ഞാൻ പറയട്ടെ, എന്നെയും നിന്നെയും കുറിച്ച് കർത്താവിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം തീർക്കാതെ കർത്താവ് വിടില്ല കേട്ടോ. എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അങ്ങനെ എന്നെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു.
എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. എല്ലാ ബോധവും പോയി. പിറ്റേ ദിവസം ഏകദേശം വൈകിട്ട് 5 മണിയായപ്പോൾ എനിക്ക് ബോധം വന്നു. ബോധം വന്നപ്പോൾ എനിക്ക് വാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ റൈറ്റ് കണ്ണിൽ പഞ്ഞി വെച്ച് അടച്ചിട്ടുണ്ട്. ഞാൻ കണ്ണ് തുറന്നു നിന്ന് സന്തോഷം കണ്ട് എൻ്റെ പപ്പ എൻ്റെ അടുത്ത് ഓടി വന്നു. കുറച്ച് സമയം എൻ്റെ കൂടെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞു. ആക്സിനോടുള്ള ബന്ധത്തിൽ എൻ്റെ റൈറ്റ് സൈഡിലെ താടിയല് 2ആയിട്ട് പൊട്ടിയിട്ട് പൊടിഞ്ഞു പോയി. എൻ്റെ മൂക്കിൻ്റെ പാലം 3ആയിട്ട് ഒടിഞ്ഞു പോയി. ഇപ്പോഴും ഇതിൻ്റെ താഴോട്ടില്ല. ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഈ മുകളിലത്തെ നിലയിലെ 2 പല്ലും താഴത്തെ നിലയിലെ 3 പല്ലും വെപ്പ് പല്ല. ഇത്രയും കാര്യങ്ങൾ എന്നോട് പപ്പ പറഞ്ഞു ഈ ആക്സിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചു. ഇവിടുന്ന് ഒരു ഹോൾ ഇട്ടിട്ട് പൊടിഞ്ഞു പോയതുകൊണ്ട് ഇവിടുന്ന് ഒരു ഹോൾ ഇട്ടിട്ട് കമ്പി വെച്ച് അടച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വാ തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് തമ്മിലുള്ള ജോയിന്റ് വിട്ടുപോയി. അതുകൊണ്ട് എനിക്കൊന്നും വാ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, ശരിയാവും എന്ന രീതിയിൽ ഞാൻ നിന്നു. അന്ന് വൈകിട്ട് ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്നെ ഒഫ്താമോളജി സെൻറ്ററിലേക്ക് ഒരു സ്കാനിങ്ങിനോടുള്ള ബന്ധത്തിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി സ്കാനിങ് കഴിഞ്ഞ് തിരിച്ച് ഡോക്ടറിൻ്റെ റൂമിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഡോക്ടർ എൻ്റെ പപ്പായോട് ചോദിച്ചു, എല്ലാ കാര്യങ്ങളും മിജോയ് അറിഞ്ഞോ? അപ്പോൾ പപ്പ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, കണ്ണിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, അങ്ങനല്ല, മിജോയ് ആ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, മിജോയ്ക്ക് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചെങ്കിലും അത് മാത്രമല്ല, മിജോയുടെ റൈറ്റ് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഒരു 29 വയസ്സുകാരനായ ഞാൻ 2 കണ്ണുകൊണ്ട് എല്ലാം കാണുകയും സന്തോഷിക്കുകയും ചെയ്ത ഞാൻ ഒന്ന് നേരം വെളുത്തപ്പോഴത്തേക്കും ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന ആ വാർത്ത ഞാൻ കേട്ടപ്പോൾ എനിക്കൊട്ടും താങ്ങാൻ പറ്റിയിരുന്നില്ല. എനിക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. എൻ്റെ വേദന ഒന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് വാ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. പക്ഷെ അവരോടൊന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ. ആ വീൽ ചെയറിലിരുന്ന് ഉള്ളുകൊണ്ട് ഒരുപാട് നീറിയൊരവസ്ഥ ഞാൻ ഇന്നും ഓർക്കുന്നു. അവിടുന്ന് എന്നെ തിരിച്ച് പിന്നെയും ഞാൻ കിടക്കുന്ന റൂമിലേക്ക് എന്നെ കൊണ്ടുവന്നു. അന്ന് രാത്രി ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേക്കും ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ എല്ലാം വേദന എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത പോലെയുള്ള വേദനയായിരുന്നു അത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവത്തിന് വേണ്ടിയല്ലേ നിന്നേ, ദൈവത്തിന് വേണ്ടി പാടിയില്ലേ, ദൈവത്തിന് വേണ്ടി പോകാൻ പറ്റുന്നിടത്തോളം എല്ലാം ഓടിച്ചെല്ലാൻ ഞാൻ ശ്രമിച്ചില്ലേ, എന്താപ്പാ പിന്നെ എനിക്കിങ്ങനെ സംഭവിച്ചേ, എനിക്കിനി ഈ വേദന സഹിക്കാൻ വയ്യ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നൊരു കർത്താവാണ്. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കാതിലേക്ക് വലിയൊരു ശബ്ദം കർത്താവ് തന്നു. അതിങ്ങനെയാ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഇന്നെന്നെ കേൾക്കുന്നവരോട് ഒരു ആത്മീയ സന്ദേശം പോലെ ഞാൻ പറയട്ടെ, ആരെങ്കിലും കഷ്ടതയുടെ അടിവീഴത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വേദനയുടെ അനുഭവത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മളെ തകർക്കാനല്ല, പകരം ആ വേദനയിൽ കൂടെ കടത്തിവിട്ട് നിന്നെ പൊന്നുപോലെ പണിതെടുത്ത് പൊടുത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാ. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, നിന്നെ തകർക്കുവാനോ
നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഈ പാട്ടിൽ വരികളിൽ പറയുന്നത് പോലെ നമ്മളെ തകർക്കാനല്ല, നമ്മളെ മുടിപ്പാനല്ല, പിന്നെ എന്തിനാ ജീവിതത്തിൽ ഓരോ ശോധന തരുന്നതും നിന്നെ പൊന്നുപോലെ പണിതെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാ. എൻ്റെ കാതിലേക്ക് വലിയൊരു ശബ്ദം അങ്ങനെ കേൾപ്പിച്ചു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഈ വാക്യത്തിന്റെ പുറത്തായി ഇന്നും ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഈ വാർത്ത ഒരുപാട് പേരിലെത്തി. എന്നെ അറിയത്തില്ലാത്തവരുടെ എല്ലാം കാതിലേക്ക് ഈ വാർത്തയെത്തി. ഒരുപാട് പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ എല്ലാം ഫലമായിട്ടാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. ഇനി പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം കിട്ടിയ കാര്യങ്ങളാ, അല്ലെങ്കിൽ അത്ഭുതം കർത്താവ് ചെയ്ത കാര്യങ്ങളാ ഇനി പറയാൻ പോകുന്നത്. സ്തോത്രം. ഇത്രയൊക്കെ പറ്റിയ എന്നെ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുക. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ചികിത്സിച്ച ഡോക്ടർ എന്നെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി. ആ ഡോക്ടർ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കാണിച്ചു. എൻ്റെ ആക്സിഡൻറ്റ് നടക്കുന്നത് ജൂൺ മാസം 26-ാം തീയതിയാണ്. ജൂൺ മാസം 25-ാം തീയതി രാത്രി സെയിം ആക്സിഡൻറ്റ് എന്നെപ്പോലെ തന്നെ ഒരു വ്യക്തിക്ക് സംഭവിച്ചു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ വ്യക്തി ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ ഒരു സൈഡ് പാരലൈസ് ആയിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് എൻ്റെ കർത്താവ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് എന്നോട് ഡോക്ടർ പറഞ്ഞു, 1 വർഷത്തേക്ക് വാ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല, ചവച്ചരിച്ച് കഴിക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് ഒരു ഹോൾ ഇട്ടിട്ട് കമ്പി വെച്ച് അടച്ചിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ അരിച്ചിട്ട് ഈ ഗ്യാപ്പ്, ഈ 5 പല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെ എന്ത് ചെയ്തോണം, കുടിച്ചോണം. അതിൽ ഏതെങ്കിലും ഒരു കഷ്ണം വലിപ്പമായി ഇതിൽ തങ്ങി നിന്നാൽ എനിക്ക് വാ തുറന്നെടുക്കാൻ പറ്റത്തില്ല. തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് അവർ മെഷീൻ കൊണ്ട് വേണം എടുക്കാൻ. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് ചെന്നു. ഏകദേശം 6-7 മാസം വീട്ടിൽ തന്നെ റെസ്റ്റിൽ കിടന്നു. 3-ാമത്തെ മാസത്തെ സ്കാനിങ്ങിനോടുള്ള ബന്ധത്തിൽ തിരിച്ച് ഞാൻ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടി കിടത്തിയപ്പോഴത്തേക്കും ഡോക്ടർമാർ അത് അതിശയിച്ചു പോയി. ഇവിടുന്ന് ഒരു ഹോളി ഇട്ടിരുന്ന കമ്പിയുടെ മുകളിൽ കൂടെ എനിക്ക് ദശ വളരാൻ തുടങ്ങി. അപ്പോൾ തന്നെ അവർ ആ ഇട്ടിരുന്ന ആ കമ്പി ഊരിയെടുത്ത് മാറ്റാനിടയായി തീർന്നു. എങ്കിലും എനിക്ക് വാ തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. വോക്കൽ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരെനിക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക്, തടിയുടെ സ്റ്റിക്ക് തന്ന് 2 സൈഡിലും ഓരോന്ന് വെച്ച് പൊക്കി എത്രത്തോളം പൊക്കാമോ അത്രത്തോളം പൊക്കാൻ പറഞ്ഞു. ഏകദേശം 26-27 എങ്കിലും പൊക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പൊക്കിയില്ലെങ്കിൽ ഞങ്ങൾ മെഷീൻ വെച്ച് പോക്കും. അത് അതിശക്തമായ വേദനയായിരിക്കും. അതുകൊണ്ട് 1 മാസത്തെ സമയം തരാം. ഈ എക്സസൈസ് ചെയ്ത് ഓരോ ദിവസവും ഓരോ സ്റ്റിക്ക് വെച്ച് പൊക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ആദ്യത്തെ 3 ദിവസവും ഒരു സ്റ്റിക്ക് പോലും എനിക്ക് വരയ്ക്കാൻ പറ്റാത്ത പോലെയുള്ള വേദന എനിക്കുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അനേക ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു. 4-ാമത്തെ ദിവസമുള്ള ഓരോ സ്റ്റിക്ക് വെച്ച് പൊക്കി ഏകദേശം 28-ാമത്തെ ദിവസം 27 സ്റ്റിക്കോളം വെച്ച് ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഞാൻ ഡോക്ടറിൻ്റെ റൂമിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ വേറൊരാളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ പുറയിലോട്ട് തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടു.
ഞാൻ പെട്ടെന്ന് ഡോക്ടറെ നോക്കി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. Praise the Lord. ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഒന്നും കൂടെ പറഞ്ഞേ, ഗുഡ് മോർണിംഗ്. ഡോക്ടർക്ക് അതിശയമായി പോയി ഞാൻ അതങ്ങനെ പറഞ്ഞത്. അന്നാണോ ആദ്യമായിട്ട് സംസാരിക്കുന്നേ? അന്നാണോ ആദ്യമായിട്ട് സംസാരിക്കുന്നത്? അന്നാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. 4ാമത്തെ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. 4 മാസം വാ തുറക്കാതിരുന്നില്ലയോ? അതെ അതെ അതെ. 4ാമത്തെ മാസത്തിൽ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് ആ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് അതിശയമായി പോയി. ഞാൻ വാ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർക്കും ഒന്നും തിരിയുന്നില്ലായിരുന്നു. കാരണം എനിക്കിങ്ങനെ പോലും വാ തുറക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് ജോയിന്റ് തമ്മിൽ മുട്ടിയാൽ മാത്രമേ നമുക്ക് തിരിയത്തുള്ളൂ. അതിനുള്ള ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ എല്ലാം ആംഗ്യം വെച്ചായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. 4ാമത്തെ മാസത്തിൽ ഞാൻ ആ ഡോക്ടർ മുന്നിൽ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഡോക്ടർക്ക് ഒരു അതിശയമായി പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് ദൈവമക്കളെ. ആമേൻ. സ്തോത്രം. ഡോക്ടർ എത്ര നാളായിരുന്നു വിജോയി പറഞ്ഞേ? ഡോക്ടർ എത്ര നാളായിരുന്നു പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞത് 6ാമത്തെ മാസത്തിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. 6ാമത്തെ മാസത്തിലെ ഈ സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഈ കമ്പി നമുക്ക് അഴിച്ചെടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 3ാമത്തെ മാസത്തിൽ തന്നെ അത് അഴിച്ചെടുത്ത് മാറ്റി. 4ാമത്തെ മാസത്തിൽ എന്നോട് പറഞ്ഞു, ഈ സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ട് വാ, മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാറ്റം കർത്താവ് വരുത്തി. 4ാമത്തെ മാസത്തിൽ അവിടെ ചെന്ന് വാ തുറന്നു സംസാരിക്കാൻ കർത്താവ് ഇടയായി തീർന്നു. 5ാമത്തെ മാസത്തിൽ പതുക്കെ പല്ലിനോടുള്ള ബന്ധത്തിലുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങി. 5ാമത്തെ മാസം അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും 6ാമത്തെ മാസത്തിലെ തുടക്കമൊക്കെ ആയപ്പോഴത്തേക്കും പല്ല് വെച്ചു. 7ാമത്തെ മാസത്തിൽ പതുക്കെ ചവച്ചരച്ച് കഴിക്കാൻ തുടങ്ങി. Praise the Lord. ഈ 7 മാസവും ഒന്നും ചവയ്ക്കത്തില്ല, ഇങ്ങനെ ലിക്വിഡ് ആയിരുന്നില്ലയോ? അതെല്ലാം ലിക്വിഡ് ഫുഡായിരുന്നു 7ാമത്തെ മാസം വരെ. എനിക്കാണെങ്കിൽ ഈ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതൊന്നും കഴിക്കാതിരിക്കാൻ ഒട്ടും പറ്റൂല. പിന്നെ വിശക്കത്തില്ലയോ? അതെ. പക്ഷെ അതൊക്കെ കടിച്ചു പിടിച്ചിരുന്ന് എല്ലാ കർത്താവ് 7ാമത്തെ മാസത്തിൽ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജമർഷാനും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ചിത്ര എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട്, പക്ഷെ ഞാൻ ആ ഫുഡ് കഴിക്കുന്നത് ഏകദേശം 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. വാ തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് തമ്മിൽ ഇങ്ങനെ പതുക്കെ 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 ജോയിന്റ് ആയി വരുന്നതേ ഉള്ളൂ. പതുക്കെയൊക്കെ വാ തുറന്നിട്ട് വേണം വായിക്കകത്തോട്ട് എടുത്ത് വെച്ച് പതുക്കെ അകത്തത്തെ, കാരണം ഇവിടുത്തെ വെച്ച് നമുക്ക് ചവയ്ക്കാൻ പറ്റത്തില്ല, അകത്തത്തെ 2 സൈഡിലും പല്ല് വെച്ചാണ് ചവച്ചരിക്കുക. ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തിട്ടാ. പക്ഷെ അത് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം അത് മറ്റൊന്നാ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഉടഞ്ഞവന്റെ വേദന മനസ്സിലാകത്തു. അതെ, നമുക്ക് ദൈവം ഓരോ അവയവങ്ങൾ തരുമ്പോൾ നമ്മൾ ആരും അതിന്റെ വാല്യൂ മനസ്സിലാക്കാറില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ ഒക്കെ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കാറേ ഇല്ലല്ലോ. ഇതൊന്നും വർക്ക് ആയില്ലെങ്കിലത്തെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി എന്തുവാണെന്ന്. തീർച്ചയായിട്ടും. അങ്ങനെ പറയട്ടെ, 7ാമത്തെ മാസം കഴിഞ്ഞു. 7ാമത്തെ മാസത്തിൽ പല്ലെല്ലാം വെച്ചു. 8ാമത്തെ മാസം ആയപ്പോൾ വാ നന്നായിട്ട് തുറന്ന് സംസാരിക്കാൻ ഞാൻ തുടങ്ങി. 8ാമത്തെ മാസത്തിൻ്റെ അവസാന നാളിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് പ്രോഗ്രാമിന് വേണ്ടി സ്റ്റേജിൽ പാടാൻ തുടങ്ങി. ഞാനിത് പറയാനുള്ള കാരണം, ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത് 1 വർഷം കഴിയാതെ മിണ്ടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ചവച്ചരിച്ച് കഴിക്കാനോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടപ്പം ഒരുപാട് ഞാൻ വേദനിച്ചു. കാരണം ഞാൻ ചെറുതായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. പാട്ടൊന്നും പാടാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത്, വാ തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ലെന്നൊന്നും ഓർത്ത് ഒരുപാട് വേദനിച്ച ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ സ്ഥാനത്ത് 8ാമത്തെ മാസത്തിൻ്റെ അവസാന സമയമായപ്പോഴത്തേക്ക് ഒരു സ്റ്റേജിൽ കയറി ഞാൻ പാടാൻ എന്നെ കർത്താവ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, വൈദ്യശാസ്ത്രത്തിലും നമ്മളെ നോക്കി നിൽക്കുന്നവർക്കെല്ലാം എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. അവർക്കൊക്കെ പഠിച്ചതേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു പരിമിതിയുമില്ലാതെ എല്ലാവരും എന്നെ നോക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ട സമയത്ത് എൻ്റെ കർത്താവ് എന്നെ നോക്കി കോമയിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് പകലിലും നിങ്ങളുടെ നടുവിൽ ഇരുന്നു കൊണ്ട് എനിക്കിങ്ങനെ ദൈവത്തിൻ്റെ എനിക്ക് തന്ന അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇന്നലെ ജൂൺ മാസം 26-ാം തീയതിയാണ്. ഇന്നലെയാണ് എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 2 വർഷം തികഞ്ഞത്. ഈ 2 വർഷം
എങ്ങനെ പോയെന്ന് ഇന്ന് ആലോചിക്കാൻ നേരത്ത് ഒരുപാട് വേദനയോടെ പറയാൻ പറ്റും. എൻ്റെ കർത്താവ് എൻ്റെ കരത്തെ പിടിച്ച് തന്നെയാണ് കൊണ്ടുപോയത്. എൻ്റേതായ ജീവിതത്തിൻ്റെ പാത ഓടി അന്വേഷിച്ചു പോയിരുന്ന എന്നെ അങ്ങനെയല്ല, നിന്നെ ഞാൻ വിളിച്ചതാ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ പാതയിലേക്ക് തന്നെ എന്നെ കൊണ്ടുവന്നു. എന്നെക്കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഏത് വഴിയിൽ കൂടെ സഞ്ചരിച്ചാലും കർത്താവ് അവിടെ എത്തിച്ചിരിക്കും കേട്ടോ. സ്തോത്രം. അങ്ങനെ കണ്ണിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, പറയോ? അങ്ങോട്ട് വരൂ. അങ്ങനെ എന്നെ 8ാമത്തെ മാസത്തിൽ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയി തുടങ്ങി. പക്ഷേ എനിക്ക് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ച എനിക്കില്ല, ഇന്നും ഇല്ല കേട്ടോ. ഞാൻ അതിലേക്ക് വരാം. ഇന്ന് ഈ റൈറ്റിലിരിക്കുന്ന ഈ കണ്ണ് വെപ്പ് കണ്ണാണ്. ഇത് ഊരി മാറ്റാവുന്നതാണ്. ഇതിങ്ങനെ ഒന്ന് തട്ട് ചെയ്ത് വെളിയിലോട്ട് വരും. വെളിയിലോട്ട് വന്നാൽ അകത്തേക്ക് ഒരു കുഴി മാത്രമേ ഉള്ളൂ. കണ്ണെടുത്ത് കളഞ്ഞോ? ഇല്ല, അതിനകത്തൊന്നുമില്ല. ആക്സിനോടുള്ള ബന്ധത്തിലെല്ലാം പോയിരുന്നു, ടോട്ടലി പോയിരുന്നു. ഇതിപ്പം ചുമ്മാ ഒരു വെപ്പാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരി വരും പുറത്ത്. ആഴ്ചയിലെടുത്ത് കഴുകണം. ആദ്യമേ ഒക്കെ ഇതിലൊന്ന് പൊരുത്തപ്പെട്ടു പോവാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. പല്ല് തേക്കാൻ വേണ്ടി ബ്രഷിലേക്ക് പേസ്റ്റ് എടുത്ത് വെക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ബ്രഷിൽ തന്നെയാണ് വീഴുന്നത്. പക്ഷെ അല്ല, താഴെയാണ് വീഴുന്നത്. വെള്ളം ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഗ്ലാസ്സിൽ തന്നെയാണ് വീഴുന്നത്. അല്ല, താഴേക്കാണ് വീഴുന്നത്. കാരണം നമുക്ക് തന്നെ മനസ്സിലാവും, ഒരു കണ്ണടച്ചിട്ട് നമുക്കൊന്ന് ചെയ്യാൻ നേരത്തെ ഒരു ബാലൻസിങ്ങിന് പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ വളരെ വേദനയോടെ പോയി. കുറച്ച് നാളുകളിലൊക്കെ വളരെ നിരാശപ്പെട്ടു. പക്ഷേ ആരോടും പറഞ്ഞില്ല. എൻ്റെ പ്രാർത്ഥന റൂമിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖം മാത്രം കണ്ടു. തിരുവചനം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരെയും കർത്താവ് ഇതുവരെയായിട്ടും ലജ്ജിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും പ്രായമുള്ളെന്ന് വിചാരിച്ച എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു, ഒരു കണ്ണു വെക്കണം, പല സ്റ്റേജുകളിൽ നിൽക്കേണ്ടതല്ലേ. അങ്ങനെ എറണാകുളത്തുള്ള ഗിരിതൽ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി ഇങ്ങനത്തെ ഒരു കണ്ണ് വെക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് ഒന്നും അറിയാത്തവരെ പോലെ പറഞ്ഞാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ കർത്താവ് എത്തിച്ചു. സ്തോത്രം. ഞാനിത് പറഞ്ഞത് നേരത്തെ പാടിയതുപോലെയും കർത്താവിൻ്റെ ഒരൊറ്റ വാക്ക് മതി നമ്മുടെ ജീവിതം മാറാൻ. എന്തെല്ലാം ഈ ഭൂമിയിൽ നേടിയെന്ന് പറഞ്ഞാലും അതൊക്കെ പോകാനും കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി, അതൊക്കെ വരാനും കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഇന്ന് എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സ്. ഞങ്ങൾ കുടുംബമായി ആലപ്പുഴയിൽ വീട്ടിൽ താമസിക്കുന്നു. ഇന്ന് ഞാനിപ്പം വന്നിരിക്കുന്നത് ഒരു ദൈവദാസൻ്റെ വീട്ടിലാണ്. അവിടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ നിന്നതാ. ഇവിടെ ഞാൻ വന്നതും
ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ചിട്ടാ. ഞാൻ ഇന്ന് എല്ലായിടത്തും പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ചിട്ടാ. എന്നെ നോക്കി പലരും പറഞ്ഞു, ഇനി ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല. ആരുമില്ലെങ്കിലും എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടതയുടെ നടുവിൽ നിനക്ക് ശരണം പ്രാപിക്കാൻ ഒരിടമുണ്ട്. അത് ദൈവമക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യ ഇടവും കൂടെയാണ്. അത് മറ്റെവിടെയുമല്ല, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയില്ല. എന്നെ കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ഓർക്കാറ് പോലുമില്ല. അതിൻ്റെ കാരണം യോബിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലൊരു അനുഭവമുണ്ട്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. എനിക്കതിൽ വേദനയില്ല. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആയുസ്സും ആരോഗ്യവും ഇതുപോലെ കർത്താവ് തരുവാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, അതിനേക്കാൾ ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിന് വേണ്ടി പോരാടും എന്ന് ഞാൻ കർത്താവിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്നെ ഇന്ന് വരെയും ഈ നാൾ വരെയും കർത്താവ് എന്നെ അത്ഭുതകരമായി നടത്തുന്നു. യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും എന്നേക്കും മാറാത്തവനായി കൂടെയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോഴും പ്രയാസം വരുമ്പോഴും വേദനകൾ വരുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ തകർക്കാനല്ല, എന്നെ പൊന്നുപോലെ പണിതെടുക്കാൻ വേണ്ടിയാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നാളുകളിൽ നമുക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കാം. എൻ്റെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനൊരു സാഹചര്യം, ഇങ്ങനൊരു മുഖാന്തരം ഒരുക്കി തന്ന ഈ ജോയ്സ് ടി വിയുടെ എല്ലാവരും ഇവിടെ ഉള്ള നന്ദിയെ ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം മിജോയ് ബ്രദറെ. ഒരു കണ്ണും മൂക്കും താടിയെല്ലും ഒക്കെ കേട് സംഭവിച്ചതാണെങ്കിലും കർത്താവ് പല സ്റ്റേജുകളിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, പാട്ടിലൂടെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് ഉപയോഗിക്കുന്ന എല്ലാ കൃപയ്ക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനാണ്. നമ്മുടെ കർത്താവിനാൽ കഴിയാത്തത് ഒന്നുമില്ല. പ്രിയ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഒരു പാട്ടിൻ്റെ 4 വരിയും കൂടെ പാടിയാട്ട്. സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരുമോ, എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? എത്ര സ്തുതിച്ചാലും മതി വരുമോ, എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? നിന്റെ സ്നേഹം എത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. നിന്റെ സ്നേഹം എത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. എത്ര സ്തുതിച്ചാലും മതി വരുമോ, എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? കണ്ണിൻ മണി പോലെ എന്നേശു എന്നെ കാത്തിടുമ്പോ,
എണ്ണമില്ലാതെ നിൻ സ്നേഹം എന്നിൽ കവിഞ്ഞിടുന്നു. കണ്ണിൻ മണി പോലെ എന്നേശു എന്നെ കാത്തിടുന്നു. എണ്ണമില്ലാതെ നിൻ സ്നേഹം എന്നിൽ പകർന്നിടുന്നു. വഴി തേടി ഓടിയ നേരം അൻപിൻ കരത്താൽ അവൻ എന്നെ താങ്ങി. വഴി തേടി ഓടിയ നേരം അൻപിൻ കരത്താൽ അവൻ എന്നെ താങ്ങി. നിന്റെ സ്നേഹം എത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. നിന്റെ സ്നേഹം എത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. എത്ര സ്തുതിച്ചാലും മതി വരുമോ, എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ. സ്വന്ത ബന്ധമെല്ലാം ഇവിടെ കൂട്ടും വരെ, കൂട്ടു സ്നേഹമെല്ലാം ഇവിടെ സമ്പത്തുള്ളതുവരെ. സ്വന്ത ബന്ധമെല്ലാം ഇവിടെ ജീവൻ പോകും വരെ, കൂട്ടു സ്നേഹമെല്ലാം ഇവിടെ സമ്പത്തുള്ളതുവരെ. കണ്ണീർ തൂകി ഓടിയ നേരം എത്തി ഞാനോ കുരിശിൻ ചുവട്ടിൽ. കണ്ണീർ തൂകി ഓടിയ നേരം എത്തി ഞാനോ കുരിശിൻ ചുവട്ടിൽ. നിന്റെ സ്നേഹം എത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. നിന്റെ സ്നേഹം എത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. എത്ര സ്തുതിച്ചാലും മതി വരുമോ, എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ. എത്ര സ്തുതിച്ചാലും മതി വരുമോ, എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ. നിന്റെ സ്നേഹം എത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. നിന്റെ സ്നേഹം എത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. എത്ര സ്തുതിച്ചാലും മതി വരുമോ, എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. കണ്ണുനീര് തൂകുമ്പോൾ ക്രൂശിൻ്റെ ചൂട്ടിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ പ്രിയ സഹോദരൻ്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിനെയും സഹോദരനെ ബലപ്പെടുത്തട്ടെ. ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. വിജോയ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ധന്യമുള്ള നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് ഈ ജോയ്സ് ടി വി ചാനലിനോടുള്ള ബന്ധത്തിൽ കർത്താവ് എനിക്ക് കർത്താവ് തന്ന അനുഭവ സംശയം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ തന്നല്ലോ. കർത്താവ് ഞങ്ങളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കണമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഏവരെയും കർത്താവ് ബലപ്പെടുത്തണമേ. അവരൊക്കെ ഓരോ വേദനയിലും ഓരോ കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളിലൂടെ കൂടെ കടന്നു പോകുന്നവരാരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ അനുഭവ സാക്ഷ്യം ഒരു വിടുതലിനും ഒരു പുതുക്കത്തിനും കാരണമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കണമേ. ഈ ജോയ്സ് ടിവിയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണമേ. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ.
ഈ ചാനലിൽ കൂടെ അനേക അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ട്. അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ അതൊരു ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണമേ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദർ. താങ്ക് യു. ഓക്കേ.